യു കെയിലൊരു സ്റ്റുഡൻ്റ് ആണ്, എന്നിട്ട് നിങ്ങൾക്ക് 20 ഹവേഴ്സിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ടാക്സ് ഡിഡക്റ്റ് ആയിരുന്ന പേ സ്ലിപ്പിൽ കാണിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഈ ടാക്സ് ഡിഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3-4 കാരണങ്ങളുണ്ട്. ഇതല്ലാണ്ടും കാരണങ്ങളുണ്ടാകും, പക്ഷേ മെയിൻലി സ്റ്റുഡൻസിന് വരുന്ന കാരണങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം സപ്പോസ് ഇപ്പം കമ്പനി എ ആൻഡ് കമ്പനി ബി. അപ്പം കമ്പനി എയിലാണ് നിങ്ങൾ ആദ്യം ചേർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളെ പ്രൈമറി ടാക്സ് കോഡ്. ഓക്കെ, ആൻഡ് കമ്പനി ബിയിൽ വരുന്നതാണ് അത് നിങ്ങൾ എമർജൻസി ടാക്സ് കോഡായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഈ സെക്കൻഡ് വരുന്ന എമർജൻസി ടാക്സ് കോഡിന് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്റ്റ് ആവും. നിങ്ങളുടെ പേ സ്ലിപ്പിൽ ഈവൻ നിങ്ങൾ 20 ഹവേഴ്സിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് വരും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ HMRCനെ വിളിക്കുക. HMRCനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ HMRC കോൺടാക്ട് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് വിളിച്ചിട്ട് ഒരു 20-30 മിനിറ്റ്സ് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഉള്ളിൽ അവർ നമുക്ക് ഓൺലൈനിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാണ്ട് കോൾ കട്ട് ചെയ്തിട്ട് ഇതിൽ ഓൺലൈനിൽ ഇത് രജിസ്റ്റർ ചെയ്യാം. മീൻസ് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇത് പറ്റില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളിൽ തന്നെ വെയിറ്റ് ചെയ്യും. ഒരു 20-40 മിനിറ്റ്സ് നിങ്ങൾ ആ ലൈനിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫ് നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞുതരും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടാക്സ് രണ്ടും ഡിവൈഡ് ചെയ്യണം. സോ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ 2 കമ്പനിയിൽ കൂടെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഇപ്പോൾ 500 പൗണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം വരുന്നത് അവിടെ ഇപ്പോൾ സപ്പോസ് ഒരു 300 കമ്പനി എയിലും 200 കമ്പനി ബിയിലും കൂടി ഡിവൈഡ് ചെയ്ത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സ് വരില്ല. അതല്ല നിങ്ങൾക്ക് രണ്ടിലും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ടാക്സ് ഇത് എല്ലാ മാസവും പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻഡ് ഓഫ് ദി ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിലാണ് വരുന്നത്. ആ ഏപ്രിലിൽ നിങ്ങൾക്ക് എത്രയാണോ ടാക്സ് അവരെടുത്തത് അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ടാക്സ് പോകില്ല. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ P45 കൊടുക്കാതിരുന്നാലാണ്. ഇപ്പോൾ നിങ്ങൾ P45 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു, അവിടെ നമ്മൾ നോ ലോങ്ങർ വർക്കിംഗ് എന്നുള്ളൊരു സംഭവമാണ് P45. അപ്പം നിങ്ങൾ P45 ഇതുവരെ നിങ്ങൾ പുതിയ കമ്പനിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് എംപ്ലോയറിനെ വിളിച്ചിട്ട് P45 ചോദിക്കണം. P45 അവർ തന്നു കഴിഞ്ഞാൽ ഇത് പുതിയ എംപ്ലോയറിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് അടുത്ത പേ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ടാക്സ് വരത്തില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ 1047 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1047 പൗണ്ട്സ് പെർ മന്തിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് സാലറി കിട്ടുള്ളൂ. ഇതിൻ്റെ മേലെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈവൻ ദോ യു ആർ എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ടാക്സ് വരും. ഓക്കെ, അപ്പം അത് സൂക്ഷിക്കുക. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 20 ഹവേഴ്സിൻ്റെ ഉള്ളിൽ മാത്രം വർക്ക് ചെയ്യുക. ആൻഡ് സാലറി 1047 ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് പോകില്ല. അതിൻ്റെ പുറത്താണെങ്കിൽ ടാക്സ് എന്തായാലും അവർ എടുക്കും. അത് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് കോമൺ റീസൺസ് ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ടാക്സ് പോകുന്നത്. സോ നിങ്ങൾ 20 ഹവേഴ്സിൻ്റെ ഉള്ളിലാണ് ആൻഡ് നിങ്ങളെല്ലാം പക്ക ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സ് ഫുള്ളി റീഫണ്ടബിൾ ആണ്. ഇപ്പം നിങ്ങൾ HMRCനെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണം. അവർ സോർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത പേ സ്ലിപ്പിൻ്റെ കൂടെ നിങ്ങൾ ഈ റീഫണ്ടും പ്ലസ് സാലറിയും കൂടിയാണ് ക്രെഡിറ്റ് ആവുക. ഓക്കെ, അപ്പം ഇതൊക്കെ അറിയാത്ത ഏതെങ്കിലും പുതിയ UK വന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. സോ താങ്ക് യു.